ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിരാവിലെ തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോർണിംഗ് റുട്ടീൻസ് രാവിലെ തുടങ്ങുന്നത് 3:45 സമയത്താണ്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒത്തിരി നേരത്തെ കഴിക്കേണ്ടതുള്ളത് കൊണ്ട് നോമ്പിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും കിച്ചണിലെ ജോലികൾ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു റുട്ടീനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 4 മണി സമയത്ത് തന്നെ കിച്ചണിലെത്തും കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് വന്നാലും മതി, നമുക്ക് സ്പീഡിൽ പണി. അപ്പം എന്തായാലും ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്ത് സമാധാനത്തിൽ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4 മണിക്ക് എത്തിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി സമാധാനത്തിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഐഡിയ. അപ്പോൾ ഞാൻ എന്താ പുട്ടുപൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ സാധാരണ പുട്ടും അതുപോലെ റാഗി പുട്ടും തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ദിവസമായി അരി ഭക്ഷണം തന്നെ. അപ്പം എനിക്ക് എന്തായാലും ഒന്ന് റാഗി കഴിക്കണം എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ. പുട്ടിന് മെയിനായിട്ട് പഴം തന്നെയാണ് കേട്ടോ, ചെറിയ പഴം. പിന്നെ അതല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങും, അതൊക്കെയാണ്. പിന്നെ ചായ എടുക്കാറുണ്ട്. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ പാലെടുക്കും. പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, അവലും പഴവും പാലും ഒക്കെ ഇട്ടിട്ട്, പിന്നെ ഡേറ്റ്സ് സോക്ക് ചെയ്തത്, പിന്നെ നട്ട്സും എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഫില്ലിങ്ങും ആയിരിക്കും, പിന്നെ നല്ല ഹെൽത്തിയും ആണല്ലോ. കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വലിയവർക്കാണെങ്കിലും കഴിക്കുവാണെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള പുട്ടാണ് കേട്ടോ, കുറച്ച് ബാക്കിയായി. പിന്നെ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. കാരണം രാത്രിയാണെങ്കിലും നമ്മൾ ലേറ്റായിട്ടായിരിക്കും കിടക്കുന്നത്. അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉറക്കം കുറച്ചൊരു പ്രശ്നം വരുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു 7 മണിയൊക്കെ ആവും എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ മോനിപ്പോൾ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം അവരെ മാക്സിമം എന്തെങ്കിലും നല്ല ആക്ടിവിറ്റീസിൽ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവിടെ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് എന്തായാലും കുട്ടികൾ കളിക്കാൻ വരുമല്ലോ. ഇൻഡോർ ഗെയിംസ് ആണെങ്കിലും കളിക്കാനൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പത്രം വായിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയാറുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിലും അവരെന്ത് വായിക്കാനാ എന്ന് വിചാരിക്കാതെ അതിൽ പിക്ചേഴ്സെങ്കിലും ഒന്ന് നോക്കുക എന്ന് പറയുമ്പം ഇടയ്ക്കേ ഉള്ളൂ കേട്ടോ, എപ്പോഴും ഒന്നും ചെയ്യാറില്ല. എന്നാലും ഞാൻ മാക്സിമം എൻകറേജ് ചെയ്യുന്നൊരു കാര്യമാണ് അന്നത്തെ പേപ്പർ വായിക്കുക എന്നുള്ളത്. രാവിലെ തന്നെ അപ്പത്തിന് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിച്ചെടുക്കാനുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ അതുപോലെ സ്കൂളിൽ നിന്ന് ഹോളിഡേ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഓരോ വീക്കിലും ആക്ടിവിറ്റീസ് വരും. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു റിവിഷൻ പോലെ കേട്ടോ. അപ്പം മൺഡേ ഇംഗ്ലീഷാണ്, ട്യൂസ്ഡേ മാത്സ്, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് ഇല്ലേ ഇംഗ്ലീഷിൽ, അത് 3 times എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഏരിയ, സ്റ്റഡി ഏരിയയും പിന്നെ അതുപോലെ ഇവരുടെ വായിക്കുന്ന ബുക്സ് വയ്ക്കുന്ന സ്ഥലവും അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഇപ്പം കഴിയുന്നതും നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ റീഡിങ് എൻകറേജ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു റീഡിങ് ഏരിയ പോലെ സെറ്റപ്പ് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. വലിയ ഫാൻസി ആയിട്ടൊന്നുമല്ല, ആ ഒരു സെക്ഷൻ ഒന്ന് ക്ലീൻ ചെയ്യുക, കുറച്ച് ബുക്സ് അവിടെ ഒതുക്കി പറക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വെക്കേഷൻ ആയപ്പം കുറച്ചധികം ലൈബ്രറി ബുക്സ് പോയിട്ട് എടുത്തിട്ടുണ്ട്. മിക്കവാറും പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കും കേട്ടോ. അപ്പോൾ ജെറോനിമോ സ്റ്റിൽട്ടൺ എന്ന് പറയുന്ന ബുക്സാണ് ഇവിടെ കൂടുതലും വായിക്കുക. അപ്പം ഒരു എക്സ്ട്രാ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഡേവിഡ് വില്യംസിൻ്റെ. അപ്പോൾ ഈ ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഓഥറിൻ്റെ ബുക്സ് ഇനിയും വേണമെന്നാണ് കേട്ടോ മോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് മറിച്ച് നോക്കിയപ്പോഴത്തേനും എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഇല്ലസ്ട്രേഷൻസൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പം നോക്കണം, ഇനി ലൈബ്രറിയിൽ ഇപ്പോൾ അധികം ഈ ഓഥറിൻ്റെ ബുക്സ് ഇല്ല. അപ്പം ഈ ഒരു കൈൻഡ് ഓഫ് ബുക്സ് എടുക്കുവാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിങ്ങും ആണ്. നമ്മൾ എപ്പോഴും ബുക്സ് അങ്ങനെ അല്ലേ ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ക്ലാസിക് ആയിട്ടുള്ള ബുക്സ് നമുക്ക് അവരത് വായിക്കണമെന്ന് തോന്നുമെങ്കിൽ കൂടിയിട്ടും അവരെന്താണ് വായിക്കുന്നത്, ഇഷ്ടപ്പെട്ട് വായിക്കുന്നതിലാണ് കേട്ടോ കാര്യമുള്ളത്. പിന്നെ പയ്യെ വായിച്ച് അവരുടെ ടേസ്റ്റ് മാറും. പിന്നെ നമ്മൾക്ക് കഴിയുന്ന പോലെ ബുക്സ് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്.
അങ്ങനെ നമ്മുടെ ചെറിയ റീഡിംഗ് ഏരിയ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സമയം എടുത്തില്ല കേട്ടോ. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഞാനൊരു കാർഡ്ബോർഡ് ബോക്സിലാക്കി വെക്കുമായിരുന്നു. എന്നിട്ട് ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. കാരണം അത് ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ക്ലീൻ ചെയ്യാനും ഡീക്ലട്ടർ ചെയ്യാനും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് ഞാൻ പയ്യെ ചെയ്യാം. തൽക്കാലം ഈ ഏരിയ ക്ലീൻ ആക്കി ഇവിടെ നീറ്റാക്കി ഇടാം, അങ്ങനെ ഞാൻ വിചാരിച്ചത്. അങ്ങനെ അന്നത്തെ പണികൾ അതൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ സെറ്റപ്പ് ചെയ്തപ്പോൾ എനിക്കും പേഴ്സണലി നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമൊക്കെ തോന്നി കേട്ടോ. പിന്നെ വൈകുന്നേരം കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് കുക്കിംഗ് കാര്യമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെച്ച് എന്ത് കറി ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം വർക്കിംഗ് മോം ഡേയ്സിൽ ബിന്ദു ചിക്കൻ മപ്പാസ് ഉണ്ടാക്കി കാണിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത് ട്രൈ ചെയ്യാൻ ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ആ വീഡിയോ ഒന്ന് ഓടിച്ച് കണ്ടു നോക്കി. വീണാസ് കറി വേൾഡ് ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ രീതിയിൽ 1-ാം പാലും 2-ാം പാലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. വീണാസ് കറി വേൾഡിൽ ഒരു 1-ാം പാല് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കറി. ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന കറികൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യാണ്ടുള്ള ഒരു പ്രത്യേകതരം പ്രിപ്പറേഷനാണ്. ഇവിടെ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം മാവ് അരച്ച് പൊങ്ങി റെഡിയായി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ 2-ാം പാലിൽ വേവുകയാണല്ലോ. അപ്പോൾ 1-ാം പാലും ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട 1-2 കാര്യങ്ങൾ വന്നു. അപ്പോൾ എന്തായാലും പോവാതെ പറ്റില്ല. അതിൻ്റെ കൂട്ടത്തിൽ നല്ല മഴയായിരുന്നു കേട്ടോ. പോയി വേഗം തന്നെ തിരിച്ചു വന്നു. പിന്നെ അന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ അപ്പം, പിന്നെ ചിക്കൻ മപ്പാസ്, അതുപോലെ സ്നാക്കിനാണെങ്കിൽ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് തീരുന്നവരെ ഇനിയിപ്പോൾ അത് തന്നെയാണ് ഉണ്ടാവുള്ളൂ. പിന്നെ ഉന്നക്ക ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പഴം കുറേ ആയി എടുത്തു വെച്ചിരിക്കുന്നു. പക്ഷെ പഴം പഴുക്കുന്നില്ല. അപ്പം ഇനിയിപ്പം കട്ട്ലറ്റ് ഫിനിഷ് ആവുന്നതോടുകൂടി നമുക്ക് വേറെ എന്തെങ്കിലും സ്നാക്കൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. കുട്ടികൾ അവിടെ ഇരുന്ന് ചെസ്സ് കളിക്കുകയാണ്. ഞാൻ വേഗം തന്നെ ഇഫ്താറിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മപ്പാസ് റെഡിയായി ഇരിപ്പുണ്ട്. ഞാൻ 1-ാം പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് കേട്ടോ. അപ്പോൾ അപ്പം നല്ലപോലെ പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു 2 ദിവസത്തിനുള്ള അപ്പമാവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പകർത്തി വെക്കുകയാണ്. പൊങ്ങിക്കഴിഞ്ഞാൽ ഉപ്പൊന്നും ചേർക്കാതെ തന്നെ ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം ബാക്കി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അടുത്ത ദിവസവും അധികം പുളിച്ചു പോവാതെ കിട്ടും. ഞാൻ ഉപ്പ് ചേർക്കാറില്ല. ഉപ്പ് ചേർക്കുമ്പോൾ പുളി കൂടുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് മാക്സിമം അതിൽ ഉപ്പ് ചേർക്കില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളതിൽ ഉപ്പ് ചേർത്തിട്ട് ബാക്കി ഉള്ളതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈസ്റ്റ് ചേർത്തിട്ടുള്ള അപ്പം തന്നെയാണ് ഉണ്ടാക്കുക. പിന്നെ അതുപോലെ നമ്മൾ കലക്കി വെക്കുന്ന സമയത്ത് കുറച്ച് ഒരു ഇച്ചിരി അധികം പഞ്ചസാര ചേർക്കുമ്പോൾ അപ്പം നന്നായിട്ട് പൊങ്ങി വരും. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ കപ്പി കാച്ചി തന്നെയാണ് കേട്ടോ അപ്പം കലക്കി വെക്കൽ. കുറച്ച് മാവ് എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കുറുക്കി പിന്നെ അതെടുത്തിട്ട് അപ്പത്തിൽ അടിച്ച് ചേർത്ത് തന്നെയാണ് ചെയ്യാറ്. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതിന് മുന്നേയൊക്കെ ഞാൻ തേങ്ങാവെള്ളമൊക്കെ ചേർത്തിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഫ്ലോപ്പായി പോവാറില്ല. അപ്പം എനിക്ക് കൂടുതലും അങ്ങനെ തന്നെ ചെയ്യാനുള്ളൊരു ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാവൽ. കാര്യം ഇച്ചിരി പണി തന്നെയാണ് ഈ കപ്പി കാച്ചി എടുക്കുക എന്ന് പറയുന്നത്. എന്നാലും ഞാൻ മാക്സിമം അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഇതാ നമ്മുടെ 1-ാം പാല് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കറി. അതുപോലെ അപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ അടുപ്പ് റെഡിയാണ്. തൊട്ടിപ്പുറത്ത് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് ചെയ്ത് പോവുകയാണ്. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ജ്യൂസ് വേണമെന്നൊന്നും ഇവിടെ അത്ര നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ കൂടുതലും ഫ്രൂട്ട്സ് കട്ടാക്കി വെക്കും. പിന്നെ കാരക്ക മുറിച്ച് വെക്കും. പിന്നെ നട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. കൂടുതലും സ്നാക്സ് തന്നെയാണ് കഴിക്കുക. വെള്ളം കുടിക്കും.
പിന്നെന്താ, പിന്നെ ജ്യൂസൊക്കെ കുടിക്കുന്നത് നമ്മളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്താണ് കേട്ടോ കൂടുതലും ജ്യൂസ്. അപ്പോൾ ജ്യൂസ് കുടിക്കാൻ നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ ടേബിൾ സെറ്റായിട്ടുണ്ട്. കുറച്ച് പച്ചമുന്തിരി, പിന്നെ മാതള നാരങ്ങ, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കട്ട്ലറ്റ്, അതുപോലെ നമ്മൾ വാങ്ങിയ വെജിറ്റബിൾ സമൂസ, പിന്നെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കിണ്ണത്തപ്പം, അതുപോലെ ഗോതമ്പ് ഉറപ്പിച്ചത്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഇഫ്താർ ടേബിളാണ് ഇത്. ഞാൻ നമ്മുടെ ചിക്കൻ മപ്പാസിന് വേണ്ടിയിട്ട് ഉള്ളി വഴട്ടി ചേർക്കുമായിരുന്നു കേട്ടോ. അപ്പം സെർവ് ചെയ്ത സമയത്ത് കുറച്ച് ലൂസായി പോയി എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി ഒന്ന് കുറുകായിരുന്നു എന്ന് തോന്നി. പക്ഷേ കറിയൊക്കെ നല്ല ടേസ്റ്റി കറി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറന്നുള്ള ഫുഡിനൊക്കെ ശേഷം നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പത്തിന് പിന്നെ നമ്മൾ നിന്ന് ചുട്ട് തന്നെ എടുക്കണ്ടേ, അപ്പോൾ അത് വേഗം തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പവും ദോശയ്ക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ നിന്ന് തന്നെ ചുട്ടെടുക്കണം അല്ലേ. ബാക്കി ഇടിയപ്പം, പുട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ, പത്തിരിയൊക്കെ ആണെങ്കിൽ നേരത്തെ ചെയ്ത് സെറ്റാക്കാമല്ലോ. പിന്നെ ഞാൻ വീട്ടിൽ പത്തിരി ഉണ്ടാക്കുന്ന പണിയില്ല കേട്ടോ. എനിക്ക് ഒട്ടും സ്പീഡ് കിട്ടുകയില്ല. എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാനുള്ള വശമില്ല. അപ്പം പത്തിരി ഉണ്ടെങ്കിൽ നല്ല പത്തിരി പുറത്തുനിന്ന് കിട്ടിയാൽ വാങ്ങിക്കാറേ ഉള്ളൂ. അങ്ങനെ അപ്പം നമ്മുടെ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ ഡേയ്സ് കുറച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ കുറച്ച് സ്ലോ ആയിരിക്കും, ഉച്ച കഴിഞ്ഞ് ഇതുപോലെ കുക്കിങ്ങും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തായാലും ഒരു മാസത്തെ നോമ്പിൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ.